നമ്മുടെ ഈ എല്ലാ ദിവസത്തെയും മജ്‌ലിസ് അൽഹംദുലില്ലാഹ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുആ ചെയ്യാനുള്ള ഒരു വേദിയാണ്. ആരുടെ പ്രാർത്ഥനയാണ് അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് അറിയില്ല. 40 ആളുകൾ ഒരുമിച്ച് കൂടി അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഉറപ്പാണ്. അൽഹംദുലില്ലാഹ് മുതഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളും ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന സദസ്സാണ്. അതുപോലെ ഹോം കെയറിലെ നമ്മുടെ ഓർഫൻ കെയറിലെ യതീമായ മക്കൾ അവരുടെ ഉമ്മമാരി മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ധാരാളം സഹോദര സഹോദരിമാർ തഹജ്ജുദിന്റെ സമയം മുതൽ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി ഈ മജ്‌ലിസ് കഴിഞ്ഞിട്ടാണ് ചിലര് മറ്റു പരിപാടികൾക്ക് തിരിയുന്നത്. വീട്ടില് വലിയ ജോലി തിരക്കിന്റെ ഇടയിൽ ഈ മജ്‌ലിസ് കേട്ടുകൊണ്ട് രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നവര്, കുട്ടികളെ സ്കൂളിൽ വിടാൻ തയ്യാറാക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ അവരുടെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള, നമ്മുടെ ഈ മജ്‌ലിസിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. നമ്മുടെ ബദരിയ സ്നേഹ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. ഇന്ന് രാവിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്തവർ ആരൊക്കെ ഉണ്ടാവും? ഇന്ന് രാവിലെ തഹജ്ജുദിന്റെ സമയം മുതൽ നിങ്ങൾ ചെയ്ത ഇതുവരെയുള്ള പ്രാർത്ഥനയിൽ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്തവര് ഉണ്ടോ? ഉസ്താദിന് വേണ്ടി, ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി, ഇതിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്തവരുണ്ടോ? ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് നമ്മൾ രാവിലെ സുബ്ഹി ജമാഅത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, മജ്‌ലിസിലുള്ളവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. ഒരാളുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും നല്ല എളുപ്പവഴി അതെന്താണെന്നറിയാം? മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്റെ കൂടെ പല സ്ഥലങ്ങളിലും വരുന്നവർക്ക്, മജ്‌ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തകർക്ക് വേണ്ടി, സഹായികൾക്ക് വേണ്ടി, സഹകാരികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. അതെന്തിനാ? അങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും എളുപ്പമാർഗം മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അപ്പൊ അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാവട്ടെ. മറ്റുള്ളവരുടെ ഐശ്വര്യത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി തരും. അവർക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്നതെല്ലാം അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹുവേ, വലിയ ഒരു രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളുടെ രോഗം ശിഫയാക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, അത്തരത്തിലുള്ള രോഗമോ പ്രയാസമോ നമുക്കോ കുടുംബത്തിനോ അല്ലാഹു തആല തരാതെ തട്ടി മാറ്റിക്കളയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ, നമ്മൾ എന്നും പറയുന്നതാണ്, ഇന്ന് മുതൽ വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് മുതൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൈ ഉയർത്തുക, അവരുടെ കാര്യങ്ങളും പറയാം. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരും. എല്ലാ പ്രാർത്ഥനയ്ക്കും അല്ലാഹു വലിയ സ്ഥാനം, മഹത്വവും ശ്രേഷ്ഠതയും തരുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമ്മുടെ ഗുരുനാഥന്മാർക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണം, എല്ലാ ദിവസവും നടക്കുന്ന ബദരിയത്തിന്റെ മജ്‌ലിസിൽ പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സാരഥികളായ ഉസ്താദുമാർ, അവരുടെ ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും സംഘടന വ്യത്യാസമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് നമ്മുടെ ദുആ സ്വീകരിക്കാൻ, പ്രാർത്ഥന സ്വീകരിക്കാൻ ഒരു കാരണമാണ്. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ദുആ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുആ ചെയ്യാൻ കഴിയണം. അങ്ങനെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ, ഞാൻ ദുആ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ, ഞാൻ പേര് പറയുന്നില്ല, ഓരോരുത്തരുടെയും
ഓർമ്മ വരും. അവരുടെ കാര്യം കൂടി അല്ലാഹു തആല ഓർമ്മ ഇട്ട് തരും. എന്തുകൊണ്ടാ? അവര് നമുക്ക് വേണ്ടി തഹജ്ജുദിന്റെ സമയത്ത് ദുആ ചെയ്യുന്നുണ്ടാവും. അവര് നമുക്ക് വേണ്ടി അവര് നിസ്കാരത്തിലോ മറ്റ് അവരുടെ സൽക്രമങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ അല്ലാഹു നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ ഇട്ട് തരും. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബേ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും റഹ്മാനുർ റഹീമായ അല്ലാഹ് നീ ഞങ്ങളിൽ നിന്ന് തട്ടിമാറ്റി തരണേ അല്ലാഹ്. എല്ലാവിധ ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. സർവ്വവിധ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ മദീനിയ സ്നേഹ സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ അല്ലാഹു നീ വലിയ ബറക്കത്തും ഖൈറും നൽകണേ അല്ലാഹ്. വലിയ പുരോഗതി നൽകണേ അല്ലാഹ്. റഹ്മാനെ എല്ലാ ശർറുകളിൽ അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്.